ഹേ ലവ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ഓണം ഔട്ട്ഫിറ്റാണ്. ഇപ്പോൾ ഓണമൊക്കെയല്ലേ വരണേ, അപ്പോൾ എല്ലാവർക്കും ഓണത്തിന് സാരി ഉടുക്കാൻ വലിയ താല്പര്യം ഉണ്ടല്ലോ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കൊരു ഓണം ഔട്ട്ഫിറ്റ് ചെയ്യാമെന്നാണ് പറയണേ. അതിനായിട്ട് നമ്മുടെ കയ്യിലൊരു സാരിയാണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ ഈ സാരി എടുത്തിട്ടാണ് നമ്മൾ സാരിയാണ് ചെയ്യണേ. ലൈനിങ് ആയിട്ട് നമ്മൾ മുണ്ടാണ് കൊടുക്കണേ. 2.5 മീറ്റർ മുറിച്ചെടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തും ഒരു 2.5 മീറ്റർ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മളിത് 4 ഫോൾഡ് ചെയ്ത് വയ്ക്കണം. ഞാൻ ലൈനിങ്ങും ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ടാണ് കട്ട് ചെയ്യണേ. അപ്പം ലൈനിങ്ങും 4 മടക്കി ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട്, ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പലാസ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അളവെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ കുറച്ചും കൂടി എളുപ്പമാവും. അപ്പം എനിക്ക് അളവ് അറിയാവുന്നതുകൊണ്ട് ഞാൻ നേരിട്ട് അളവ് വരച്ചാണ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് പാറ്റേൺ നോക്കിയാൽ എളുപ്പം എങ്ങനെ വരയ്ക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. ഞാൻ വീഡിയോയുടെ സൈഡിൽ ഞാൻ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. ലെങ്ത്ത് അടയാളപ്പെടുത്താം. അപ്പം ഞാൻ എൻ്റെ അളവിലാണ് ഇതൊക്കെ പറയണത്. അപ്പോൾ ലെങ്ത്ത് 35. വളരെ ലൂസായിട്ടാണ് ചെയ്തേക്കണേ. അപ്പോൾ നല്ല ലൂസിലാണ് ഞാൻ ഈ പലാസ ചെയ്തേക്കണേ. അപ്പം നന്നായിട്ട് ഇരിക്കണമല്ലോ. നിങ്ങൾക്ക് അളവെടുക്കുമ്പോൾ നിങ്ങൾക്ക് പലാസ നിങ്ങളുടെ കയ്യിലുള്ള പലാസ വെച്ചിട്ട് അളവെടുത്ത് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാകാൻ വേണ്ടിയിട്ട് പലാസ വെച്ചിട്ട് അളവ് വരയ്ക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കൗച്ചേരിയാണ് അടയാളപ്പെടുത്തണേ. കൗച്ചേരി ഇപ്പോൾ എൻ്റെ അളവ് ഒരു 12 കൊടുക്കണേ. തടിയുള്ള ആൾക്കാർക്ക് അനുസരിച്ച് കഴിഞ്ഞിട്ട് 12 തൊട്ട് നമുക്കൊരു 14 വരെ അളവെടുക്കാം. ഒരു തടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 14 എടുക്കാം. ഇതൊക്കെ കോമൺ അളവ്, ഇതെല്ലാവർക്കും ഉപയോഗിക്കാവുന്ന കോമൺ അളവായത് കാരണമാണ് ഞാനിങ്ങനെ പറയണേ. ഇതെല്ലാം വരച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒന്നും കൂടി റീചെക്ക് ചെയ്യണം, അളവുകളൊക്കെ ഒന്ന് റീചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടി കഴിയുമ്പം പിന്നെ അളവ് തെറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ആദ്യം മുതൽ ഒന്നും കൂടി റീചെക്ക് ചെയ്ത് അളവുകളൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ വെട്ടാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക, കറക്റ്റാണോ എന്ന് നോക്കുക. ഒന്നും കൂടെയും അളവുകളൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. നമ്മൾ അടിവശത്ത് 11, 12 അതുപോലെ നമ്മുടെ കൗച്ചേരി വരെ ഓരോ അളവ് കൂട്ടി നമുക്ക് അളവുകൾ കൊണ്ടുവരാവുന്നതാണ്. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് ഇടേണ്ടതാണ്. അതിനുശേഷം നമുക്ക് വെട്ടാവുന്നതാണ്. ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് നമ്മൾ വരച്ച് തുടങ്ങി കൗച്ചേരിയുടെ അതിലേക്കൂടെ വെട്ടി താഴെ കാൽവശത്തിൻ്റെ അവിടം വരെ നമുക്ക് വെട്ടിക്കൊണ്ടുവരാവുന്നു. അതിനുശേഷം നമുക്ക് ഒരു 2 പീസായിട്ട് കിട്ടും. മെയിൻ ക്ലോത്ത് 2 പീസായിട്ട് നമുക്ക് 2 കാലിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും കിട്ടും. അതിനുശേഷം നമുക്ക് 4 ഇഞ്ചിൽ ഇങ്ങനെ മടക്കിയടിക്കുക. തയ്യൽത്തുമ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിയടിക്കുക. ഇങ്ങനെ ചുറ്റിലും മടക്കിയടിക്കുക. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് വീതിയിൽ ഇത് ചുറ്റും മടക്കി അടിക്കുക. അതിനുശേഷം നമ്മൾ കൗച്ചേരിയുടെ അതിൽ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ തയ്യൽത്തുമ്പ് കൊടുത്തിട്ട് ഇങ്ങനെ അടിക്കുക. മൊത്തം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. അപ്പം മുകളിൽ ഇതുപോലെ നമ്മൾ തയ്ച്ച് ചെയ്യുമ്പോൾ ഒരു വിടവ് ഇതുപോലെ കൊടുക്കുക. കുറച്ചൊരു വിടവ് ഇതുപോലെ കൊടുക്കുക. നമുക്കത് എലാസ്റ്റിക് കയറ്റാനുള്ളൊരു വിടവാണ്. അപ്പം അതിനായിട്ട് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ വിടവ് വിട്ടിട്ട് വേണം തയ്യൽ തുമ്പിടാൻ, തയ്ച്ചു കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് എടുത്തിട്ടാണ് ഇതിനകത്ത് കയറ്റി കൊടുക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ഇതിലേക്കൂടെ കയറ്റി കൊടുക്കുക. അത് ഇടുമ്പോഴാണ് പെർഫെക്റ്റായിട്ട് ഇരിക്കുള്ളൂ. 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ഇട്ടാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ കയറ്റി കൊടുക്കുക. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ 2 തുമ്പ് ഒന്നിച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ 2-3 അടിപ്പ് അവിടെ അടിച്ചു കൊടുക്കുക. ഇലാസ്റ്റിക്കിന് അടിച്ചു കൊടുക്കാം. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് അവിടെ ഇരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ ഈ വിടവ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിലിങ്ങനെ 2-3 അടിപ്പ് അടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടോപ്പാണ് തയ്ക്കാൻ പോണേ. അതിന് ക്ലോത്ത് 4 ഇങ്ങനെ മടക്കി വയ്ക്കുക. ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒന്നിച്ച് തന്നെ ഞാൻ ഇട്ടേക്കണേ. അതിനുശേഷം നമുക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്താം. ലെങ്ത്ത് ഒരു 16 ഇഞ്ചാണ് ഞാൻ കൊടുത്തേക്കണേ. അതിനുശേഷം ഷോൾഡറാണ് അടയാളപ്പെടുത്തണേ. ഷോൾഡർ ഒരു 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കണേ. അപ്പം മൊത്തം ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണ്. ഷോൾഡർ എടുത്ത് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ച്. അതിൻ്റെ പകുതിയാണ് നമ്മൾ കൊടുക്കണേ 6.
അതിനുശേഷം കൈക്കുഴിയാണ് അടയാളപ്പെടുത്തണേ. അതും ഒരു 6 ഇഞ്ച് തന്നെയാണ് ആം ഹോളും അടയാളപ്പെടുത്തണം. കൈക്കുഴിയുടെ വിടുത്തെന്ന് പറയുന്നത് 9 ഇഞ്ചാണ് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ വേസ്റ്റാണ് അളവെടുക്കുന്നത്. വേസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 28ആണ്. 28ൻ്റെ കൂടെ 4 ആക്കിയിട്ട് 28/4 7ആണ്. അതിനുശേഷം നമ്മൾ കൈ വെട്ടിയെടുക്കണം. കൈയുടെ അളവെന്ന് പറയുന്നത് ലെങ്ത്ത് 5 ഇഞ്ചാണ് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടണം. നമുക്കൊരു പീസ് എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ലൈനിങ്ങും വെച്ചിട്ട് നമുക്ക് ഷോൾഡർ തുടങ്ങി കൈക്കുഴിയുടെ അതിൽ താഴോട്ടേക്ക് അങ്ങനെ അടിച്ച് കൊണ്ടുപോകാം. നമുക്ക് ഈ കാണുന്ന പോലെ നമുക്ക് തയ്ച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ബാക്ക് വശവും ഫ്രണ്ട് വശവും നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ അടിച്ച് കൊടുക്കാവുന്നതാണ്. തയ്ച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണാനുണ്ടാവുക. അതിനുശേഷം നമുക്കിതിൽ കാണുന്ന പോലെ സ്ലീവ് വെച്ച് അടിച്ച് കൊടുക്കാവുന്നതാണ്. സ്ലീവിൻ്റെ നല്ല വശവും തുണിയുടെ നല്ല വശത്ത് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ചീത്ത വശത്തെ കൂടെ അടിച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ 2 സൈഡ് അടിച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വേസ്റ്റിൽ വെച്ച് കൊടുക്കാൻ ഒരു പീസ് കഷ്ണം തുണി വേണം. അതിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച്. അതിൻ്റെ അടിവശം ഇങ്ങനെ 4 ഇഞ്ചിൽ മടക്കി അടിച്ച് കൊടുക്കാം. ഇങ്ങനെ തുമ്പ് ഇങ്ങനെ മടക്കി അടിച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനുശേഷം നമുക്ക് ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ കൈക്കുഴിയുടെ അവിടെ തുടങ്ങി വേസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് കാണിക്കണ പോലെ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അറ്റ് ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ എളുപ്പമാണ്. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഡ്രസ്സ്. ഇതിലാകെ ഇത്തിരി ചിലവ് വന്നേക്കുന്നത് നമുക്ക് നൂലും ഇലാസ്റ്റിക്കുമാണ് ആകെ നമുക്ക് കൂടുതൽ ചിലവെന്നാണ്. ഞാൻ ഇതിൽ എംബ്രോയ്ഡറിയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചത് മുണ്ടാണ്. അപ്പം മുണ്ടാണ് ലൈനിങ് കൊടുത്തണേ. മെയിൻ തുണി എന്ന് പറയുന്നത് സാരിയാണ്. അപ്പം അച്ഛന്മാരുടെ മുണ്ടോ അമ്മമാരുടെ മുണ്ടൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് വിലയാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.